പാകിസ്ഥാന് യൂറോപ്പിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളാണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്തിടെ വിമർശിച്ചു. But since you spoke about moral ambiguity, I would say this, no European country has been attacked with Indian weapons. I wish I could say that for European weapons vis-a-vis India. So keep that in mind. അപ്പോൾ ചോദ്യം ഇതാണ്: പാകിസ്ഥാന്റെ യൂറോപ്യൻ ആയുധങ്ങൾ ഏതൊക്കെയാണ്? അവയ്ക്ക് ഇന്ത്യയുടെ മറുപടി എന്താണ്? ആദ്യം, ആകാശ നിരീക്ഷണ സംവിധാനങ്ങൾ. പാകിസ്ഥാന് സ്വീഡിഷ് കമ്പനിയായ സാബ് നിർമ്മിച്ച ERI-AEW-C വിമാനങ്ങളുണ്ട്. ഇവയുടെ ജോലി ശത്രുവിമാനങ്ങളെ കണ്ടെത്തുക, യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുക, വിപുല പ്രദേശങ്ങൾ നിരീക്ഷിക്കുക. ഇന്ത്യയുടെ ഭാഗത്ത് DRDO വികസിപ്പിച്ച നേത്ര AEW-C സംവിധാനവും വലിയ A-50 ഫാൽക്കൺ സംവിധാനവും പ്രവർത്തിക്കുന്നു. ആകാശ നിരീക്ഷണക്ഷയിൽ ഇന്ത്യക്കിന്ന് കൂടുതൽ വ്യാപ്തിയുണ്ട്. പാകിസ്ഥാന്റെ മിറാജ് 3, മിറാജ് 5 വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് ലഭിച്ചവയാണ്. നിരവധി നവീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇവയുടെ അടിസ്ഥാന രൂപകൽപ്പന പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇന്ത്യയുടെ ഭാഗത്ത് റഫേൽ യുദ്ധവിമാനങ്ങളുണ്ട്. മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളും സ്കാൽപ് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളാണ് റഫേലിന്റെ പ്രധാന കരുത്ത്. കടലിലേക്ക് വന്നാൽ പാകിസ്ഥാന് ഫ്രഞ്ച് അഗോസ്റ്റ 90B സബ്മറീനുകളുണ്ട്. ഇന്ത്യയുടെ ഭാഗത്ത് കൽവാരി ക്ലാസ് സ്കോർപിയൻ സബ്മറീനുകളാണ്. ഇവ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ആധുനിക സെൻസറുകളും ടോർപിഡോകളും മിസൈൽ ശേഷികളും ഇവയ്ക്ക് ലഭ്യമാണ്. പാകിസ്ഥാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള റഡാറുകളും എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് ആകാശ്, MR-SAM, S-400 എന്നിവ ഉൾപ്പെടുന്ന ബഹുനില വ്യോമ പ്രതിരോധ ശൃംഖലയാണുള്ളത്. ഇത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധക്ഷയെ ഗണ്യമായി ശക്തിപ്പെടുത്തുന്നു. ഇവിടെ വിഷയം ഒരു പ്രത്യേക ആയുധമല്ല. ജയശങ്കറിന്റെ വിമർശനം ഒരു നയത്തെക്കുറിച്ചാണ്. ഇന്ത്യയുമായി തന്ത്രപരമായ പങ്കാളിത്തം സംസാരിക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ അതേസമയം പാകിസ്ഥാന് സൈനിക താന്ത്രിക വിദ്യയും ആയുധ സംവിധാനങ്ങളും നൽകുന്നുവെന്നാണ് ഇന്ത്യയുടെ വാദം. യാഥാർത്ഥ്യമെന്തെന്നാൽ പാകിസ്ഥാന്റെ സൈന്യത്തിൽ ഇന്നും നിരവധി യൂറോപ്യൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധക്ഷയി ഇന്ന് റഫേൽ, ബ്രഹ്മോസ്, നേത്ര, സ്കോർപിയൻ, ആകാശ്, S-400 തുടങ്ങിയ പുതിയ തലമുറ സംവിധാനങ്ങളിലൂടെ വലിയ തോതിൽ വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജയശങ്കറിന്റെ സന്ദേശം വ്യക്തമായത്. ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ യൂറോപ്പ് കൂടുതൽ ഗൗരവത്തോടെ കാണണം.